കെഎസ്ആർടിസിയിലെ സിഐടിയു യൂണിയൻ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഇന്നലെ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പുറത്താക്കിയ എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതോടെയാണ് ഇത്. എന്നാൽ സമരവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണ കേസുകളിൽ പ്രതിയായവരെ തിരിച്ചെടുക്കില്ല. സമരത്തിന്റെ പേരിൽ പുറത്താക്കിയ എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കാൻ യൂണിയനുമായുള്ള ചർച്ചയിൽ കെഎസ്ആർടിസി അധികൃതർ തയ്യാറായതോടെയാണ് സമരം പിൻവലിച്ചത്. സൂചനാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ എംപാനൽ ജീവനക്കാരെയും പുറത്താക്കാൻ തീരുമാനിച്ചതിനെതിരെ സിഐടിയു യൂണിയനാണ് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നത്. തലേദിവസത്തെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ സമരം മൂലം കെഎസ്ആർടിസി സർവീസുകൾ രാവിലെ ഏറെക്കുറെ പൂർണ്ണമായും മുടങ്ങിയിരുന്നു. കാട്ടാക്കടയിൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പാറശാലയിൽ സർവീസ് നടത്തിയ ബസ് സമരക്കാർ തടഞ്ഞു. പൊൻകുന്നം ഡിപ്പോയിൽ സമരാനുകൂലികൾ ഉപരോധ സമരം നടത്തി. ജീവനക്കാരില്ലാത്തതിനാൽ തിരുവനന്തപുരത്ത് രാവിലത്തെ മിക്ക ഷെഡ്യൂളുകളും റദ്ദാക്കേണ്ടി വന്നു. സർവീസുകൾ മുടങ്ങിയത് യാത്രക്കാരെയും ഏറെ വലച്ചു. ഈ സാഹചര്യത്തിലാണ് യൂണിയൻ നേതാക്കളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തിയത്. സമരത്തിന്റെ പേരിൽ പുറത്താക്കിയ എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കാൻ ചർച്ചയിൽ ധാരണയായി. എന്നാൽ ആദ്യ ദിവസത്തെ സമരത്തിൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകളിൽ പ്രതികളായവരെ തിരിച്ചെടുക്കില്ല. ജീവനക്കാരെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് എംഡി ഉത്തരവിറക്കിയതോടെ രാവിലെ 9ഓടെയാണ് സമരം പിൻവലിച്ചത്. മാനേജ്മെന്റും ഗവൺമെന്റും കൂടി ചേർന്ന ഏകപക്ഷീയമായ തികച്ചും തൊഴിലാളി വിരുദ്ധമായ നിലപാട് വളരെ നിരുപാധികം പിൻവലിക്കാൻ വേണ്ടി മാനേജ്മെന്റ് തയ്യാറായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാൻ വേണ്ടി സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.